കൂടുതൽ ഡ്രസ്സ് നിങ്ങൾക്ക് വാഷ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീനാണ് എപ്പോഴും നല്ലത്. അത്തരത്തിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന LGയുടെ 2026 മോഡൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പരിചയപ്പെടാം. PX900H7 SD4Z മോഡൽ വരുന്നത്. ഇതൊരു 9 കിലോത്തിന്റെ വാഷിംഗ് മെഷീനാണ്. 9 കിലോ എന്ന് പറയുന്നത് ഉണങ്ങിയ ഡ്രസ്സിന്റെ ഡ്രൈ ക്ലോത്തിന്റെ അളവാണ്. 9 കിലോത്തിന്റെ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോഡ് ഡ്രസ്സ് നമുക്ക് ഇതിൽ ഇടാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ വരുന്നത്. മെറൂൺ കളറാണ്, പ്ലാസ്റ്റിക് ബോഡിയാണ്, 2026 മോഡലാണ്. LGയുടെ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള വാഷിംഗ് മെഷീനിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങൾ അതിന്റെ കാഴ്ചയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡിസൈൻ പാറ്റേണിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. LG സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു വാഷർ ഡോറ് എപ്പോഴും എടുത്ത് മാറ്റാൻ ടൈപ്പ് ആയിരിക്കും നിങ്ങൾ കണ്ടേക്കുന്നത്. ഈ ഒരു മോഡലിന്റെ ഫിക്സഡ് ആണ്. അതുപോലെ ഈ രണ്ട് ഡോറുകളും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടഫൻ ഗ്ലാസുകളാണ് വന്നേക്കുന്നത്. സോഫ്റ്റ് ക്ലോസിംഗ് ഡോറാണ്, വളരെ സാവധാനത്തിൽ അടയുന്ന ഡോറുകൾ. പിന്നെ ഈ ഒരു നോബുകളിൽ വ്യത്യാസങ്ങളുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആണ്. സാധാരണ വാഷിംഗ് മെഷീൻ്റെ ഈ നോബുകൾ നിങ്ങൾ തിരിക്കുമ്പോൾ ഒരു പിടുത്തം, ഒരു ടൈറ്റ് ഉണ്ടാകും. പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഈ ഒരു രീതിയിലാണ് വാഷ് ടബ് വരുന്നത്. പൾസറേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LGയുടെ സാധാരണ കണ്ടുവരാറുള്ള റോളർ ജെറ്റ് പൾസറേറ്റർ ആണ് നമുക്ക് ഈ ഒരു മോഡലിലും വന്നേക്കുന്നത്. 630 വാട്ട്സ് ആണ് മോട്ടറിന്റെ പവർ വരുന്നത്. സൈഡിലായിട്ട് ലിൻഡ് ഫിൽറ്റർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നല്ല വലിയ ലിൻഡ് ഫിൽറ്റർ ആണ് വന്നേക്കുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. മുമ്പത്തെ കുറച്ച് കൂടിയ മോഡൽ LGയുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ആ ഒരു ലിൻഡ് ഫിൽറ്ററിന്റെ ഉള്ളിലായിട്ട് നമുക്കൊരു സ്റ്റീലിന്റെ നെറ്റ് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ ഒരു മോഡലിലൊന്നും അത് വരുന്നില്ല. ഈ രീതിയിലാണ് ഡ്രയർ വരുന്നത്. ഇതൊരു 9 കിലോത്തിന്റെ വാഷിംഗ് മെഷീനാണ്. അതുകൊണ്ട് തന്നെ 5.5 കിലോഗ്രാം ഒക്കെ നമുക്ക് ഈ ഒരു ഡ്രയറിന് കപ്പാസിറ്റി വരുന്നുണ്ട്. വിൻഡ് ജെറ്റ് ഡ്രൈ എന്നാണ് ഈ ഒരു ഡ്രയറിനെ പറയണത്. പുറത്തുള്ള എയർ വലിച്ചെടുത്തിട്ടാണ് ഇത് ഉണക്കണത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങാനായിട്ട് സഹായിക്കും. 100% ഉണങ്ങൂല, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ കൂടുതൽ എയർ വലിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 4 നോബുകളാണ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത്. ഫസ്റ്റ് അത് വാഷ് ടൈമർ. 15 മിനിറ്റ് ആണ് ഇതിന്റെ വാഷിംഗ് ടൈം വരുന്നത്. ബാക്കി 40 മിനിറ്റ് സോക്കിംഗ് ടൈമാണ്, കുതിർത്തി വാഷ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. ഒത്തിരി കട്ടി കൂടിയ അഴുക്ക് കൂടിയ ഡ്രസ്സുകളൊക്കെ നമുക്ക് സോക്ക് ചെയ്ത് വാഷ് ചെയ്യണമെങ്കിൽ നല്ല വാഷിംഗ് ക്വാളിറ്റി ലഭിക്കും. രണ്ടാമത്തത് വാഷ് സെലക്ടർ. നമ്മളുടെ ഡ്രസ്സിനനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യേണ്ടത്. നമ്മളുടെ ഡെയിലി വെയർ ഡ്രസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കൊടുക്കുക. കട്ടി കുറഞ്ഞ വളരെ നൈസായിട്ടുള്ള സിൽക്കി ഡ്രസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജെന്റിൽ എന്ന് പറയുന്ന പ്രോഗ്രാം കൊടുക്കുക. ഇനി കട്ടി കൂടിയ പുതപ്പ്, ജീൻസ്, ബെഡ്ഷീറ്റ് അത്തരത്തിലുള്ള ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. മൂന്നാമത്തത് ഡ്രൈൻ സെലക്ടർ. വാഷിംഗ് കഴിഞ്ഞ് ആ വേസ്റ്റ് വെള്ളം പുറത്ത് കളയാനായിട്ട് ഈ ഒരു നോബ് തിരിച്ചു കൊടുക്കുക. അടുത്തത് സ്പിന്നിങ് ടൈമർ. 5 മിനിറ്റ് ആണ് സ്പിന്നിങ് ടൈം വരുന്നത്. ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഈ നോബ് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രയർ വർക്ക് ചെയ്ത് തുടങ്ങും. ഈ ഒരു നോബ് നമ്മൾ റിട്ടേൺ കറക്കാൻ പാടില്ല. ഈ ഒരു സ്പിന്നിങ്ങിൻ്റെ നോബാണെന്നുണ്ടെങ്കിലും വാഷിങ്ങിൻ്റെ നോബാണെന്നുണ്ടെങ്കിലും റിട്ടേൺ കറക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് വരുന്നുണ്ട്, അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 1-2 പ്രാവശ്യം നമ്മളൊരു അത്യാവശ്യത്തിന് തിരിച്ചു കൊടുത്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എപ്പോഴും നമ്മളത് ചെയ്യരുത്. ഇതാണ് ഇല്ലറ്റ് ഓസ്. വെള്ളം നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് കൊടുക്കാനുള്ള ഓസ് കണക്ട് ചെയ്യണ ഭാഗം വരുന്നത്. താഴെയായിട്ട് ഈ ഭാഗത്താണ് വെള്ളം പുറത്തോട്ട് പോണ ഔട്ട്ലെറ്റ് ഓസ് കണക്ട് ചെയ്യണ ഭാഗം വരുന്നത്. ഇതാണ് വാഷ് സെലക്ടർ. ഇത് ലെഫ്റ്റിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഷ് ടബിലേക്കും റൈറ്റിലേക്ക് ഇടണമെങ്കിൽ സ്പിൻ ഡബിലേക്കും വെള്ളം പോകും. പലരും ചോദിക്കാറുണ്ട് ഈ ഒരു സ്പിൻ ഡബിലേക്ക് എന്തിനാണ് വെള്ളം കൊടുക്കുന്നത്, എന്തിനാണ് അതിന്റെ ഓപ്ഷൻ കൊടുത്തേക്കണേന്ന്. ഇത് നമുക്ക് എക്സ്ട്രാ റിൻസ് ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണ നമ്മൾ ചെയ്യണത് ഈ ഒരു വാഷ് ടബിൽ വാഷ് ചെയ്ത് അതിൽ തന്നെ ഊരിപ്പിഴിഞ്ഞ് റിൻസ് ചെയ്തിട്ട് ഉണക്കാനായിട്ട്, സ്പിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റിയിടും. നമ്മളിങ്ങനെ മാറ്റിയിടുന്ന സമയത്ത് ഡ്രസ്സിൽ സോപ്പിൻ്റെ പൊടിയൊക്കെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ പതയൊക്കെ നല്ല രീതിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിലിട്ട് റിൻസ് ചെയ്യുന്നതിന് പകരം ഇതിൽ തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് എക്സ്ട്രാ റിൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഇടുക, നോർമൽ നമ്മൾ സ്പിൻ ചെയ്യണ പോലെ തന്നെ സ്പിൻ ക്യാപ്പ് വെച്ച് കൊടുക്കുക, ഇതിലേക്ക് വെള്ളം തുറന്നിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ സ്പിൻ ടൈമർ നമ്മൾ 5 മിനിറ്റ് കൊടുക്കുക. ഡ്രമ്മ് കറങ്ങുകയും ചെയ്യും. അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ആ ഡ്രസ്സിൽ കൂടെ ഊഴ്ന്നിറങ്ങി താഴ്ത്തോട്ട് പോകും. അപ്പോൾ ഡ്രസ്സിൻ്റെ ഉള്ളിലുള്ള ചെറിയ സോപ്പിൻ്റെ പതകൾ അല്ലെങ്കിൽ തരികളൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് പോയി കിട്ടും. ബസർ വരുന്നുണ്ട് വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട്. അതുപോലെ ഓട്ടോ റീസ്റ്റാർട്ട്, ഇതെല്ലാ പുതിയ മോഡൽസിനും വരുന്നതാണ്. ഓട്ടോ റീസ്റ്റാർട്ട് വരുന്നുണ്ട്. വാഷിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് പവർ പോവുകയാണെന്നുണ്ടെങ്കിൽ, കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴാണോ വരുന്നത് അവിടെ നിന്ന് തന്നെ നിന്നോടത്ത് തന്നെ റീസ്റ്റാർട്ട് ആവും. 5 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും വരുന്നത്. 2 വർഷം പ്രൊഡക്റ്റിന് ഫുൾ കവർ ആയിട്ടുള്ള വാറണ്ടി വരുന്നുണ്ട്. 5 വർഷം വാഷ് മോട്ടറിന് വാറണ്ടി വരുന്നുണ്ട്. വാഷ് മോട്ടറിന് മാത്രമാണ്
2 വർഷമാണ് സ്പിൻ മോട്ടറിന് വരുന്നത്. ഇനി പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19,900 ആണ് ഏകദേശം മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടോപ്പ് ലോഡും സെമിയൊക്കെ ഇപ്പോൾ ഏകദേശം സെയിം പ്രൈസ് ആയല്ലോ എന്ന്. ഏറെക്കുറെ ശരിയാണ്.